ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. ഇത് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇത് പരിഹരിക്കാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളിൽ ചെലുത്തുന്ന ആ ഒരു പ്രഷറിനെയാണ്, മർദ്ദത്തിനെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന്റെ നോർമൽ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 120/80 എന്നുള്ളതാണ് ഇതിന്റെ ഒരു നോർമൽ വാല്യൂ എന്നുള്ളത്. ഇതൊരു 140/90ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് സാധാരണ ഒരു ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇത് നമ്മൾ പല ആളുകളും വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ഇതിന് ഒരു പക്ഷേ ഇതിനുകൊണ്ട് പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും കാണാത്തത് കൊണ്ടാവാം. ഇത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ അത് BP നോക്കുക, അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ ഒരു BP ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നശിപ്പിക്കുന്ന ഒരു തരം കണ്ടീഷനാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കാണണമെന്നുള്ളതാണ്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രക്തധമനികളിൽ അത് ബാധിക്കും, രക്തക്കുഴലുകളെ അത് ബാധിക്കും, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും. അറ്റാക്ക് പോലുള്ള, സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കാഴ്ചക്കുറവ്, കിഡ്നി ഫെയിലിയർ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ഒക്കെ തന്നെയാണ്. വ്യായാമമില്ലായ്മ, ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുക, മെന്റൽ സ്ട്രെസ് ഉണ്ടാവുക, ഉപ്പിന്റെ അളവ് അധികമായിട്ട് കൂട്ടുക, സ്മോക്കിംഗ്, മദ്യപാനം, പൊണ്ണത്തടി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമായിട്ടാണ്, ഇത്തരം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇത് പരിഹരിക്കാമെന്നുള്ളത് നോക്കാം. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക. പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നല്ല മധുരമുള്ള ഭക്ഷണങ്ങൾ, പാക്ക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഇതൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വ്യായാമമാണ്, എക്സസൈസ്. ദിവസം മിനിമം 30 മിനിറ്റ് എങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നടത്തമാവാം, അല്ലെങ്കിൽ സൈക്ലിംഗ്, സ്വിമ്മിങ്, എന്തെങ്കിലും ഡാൻസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ധാരാളം മതിയാവും. ഒരു 30 മിനിറ്റ് മിനിമം ദിവസം ചെയ്യണമെന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ചെയ്യുന്നതിനാണ് കാര്യം. എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് റെഗുലർ ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോയി ഇത് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കുക എന്നുള്ളത്. ടെൻഷൻ എന്നുള്ളത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മാക്സിമം മാറി നിൽക്കുക, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ടെൻഷൻ കുറക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് കുറക്കുക. ഈ ടെൻഷൻ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ പുകവലി ഉപേക്ഷിക്കുക, മദ്യപാനികളാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കുക. ഈ 2 ശീലങ്ങളും നിങ്ങളുടെ BP കൂട്ടാനും അതുപോലെ തന്നെ പ്രമേഹം വരാനും ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ 2 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉറക്കത്തിന്റെ കാര്യമാണ്. നല്ല ഉറക്കം എല്ലാ ദിവസവും കിട്ടണം. ദിവസവും ഒരു 6 മുതൽ 8 മണിക്കൂർ മിനിമം നമ്മൾ ഉറങ്ങിയിരിക്കണം. നമ്മൾ ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളൊക്കെ ഒരുപാട് റിലീസ് ചെയ്യുകയും അത് നമ്മുടെ BP കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറക്കം നിർബന്ധമായിട്ടും നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് BP കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ മറ്റോ നിങ്ങൾക്ക് BP കൺട്രോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം.